Hello everyone, very good afternoon to you all. First of all, a self introduction agam. Well, my name is Princey George. I'm a registered nurse. I did my nursing. I did my masters in nursing, especially in psychiatry. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആയി, എസ്പെഷ്യലി ഇൻ കാർഡിയാക് കെയർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഫ്രം 2021. മാരീഡാണ്. ജസ്റ്റ് ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ ഇൻകംപ്ലീറ്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ബിക്കോസ് ബേസിക്കലി ഐ ആം എ ഫോമർ OET ട്രെയിനർ ഫ്രം 2017 to 2021. കണ്ടിന്യൂസ്ലി ഞാനൊരു OET ട്രെയിനറായി കോട്ടയം ജില്ലയിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെയും ഈ പറഞ്ഞ കാലയളവിൽ ജോലി ചെയ്തു. അവരുടെ മെയിൻ OET ഓൺലൈൻ ട്യൂട്ടർ ഞാൻ തന്നെയായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ സ്വന്തം OET ഓൺലൈൻ ബിസിനസ്സും റൺ ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ബട്ട് നോട്ട് ലൈക്ക് ബിഫോർ. ഞാൻ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് ബിക്കോസ് ഓഫ് ദി ടൈറ്റ് ലൈഫ് ഷെഡ്യൂൾ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന ഒരു സ്വപ്നം കുറച്ച് കാലങ്ങളായിട്ട് എനിക്കും ഉണ്ടായിരുന്നു, മറ്റുള്ളവരെ പോലെ തന്നെ. പക്ഷേ ചില പല തടസ്സങ്ങളാണ് മനുഷ്യന് ഉള്ളത്. പ്രൊഫഷണൽ ബേസിലുള്ള തടസ്സങ്ങൾ, ഫാമിലി, കുഞ്ഞുങ്ങൾ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ്, ഇതെല്ലാം നമുക്ക് ചില സമയത്ത് വില്ലന്മാരായി നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ദ സെയിം വേയിൽ എനിക്കും ചില തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ മെയിൻ കൺസേൺ എന്നുള്ളത് എൻ്റെ ഇപ്പോഴത്തെ ഈ ജോലി തന്നെയായിരുന്നു. ജോലി എന്ന് പറഞ്ഞാൽ ഐ ആം കംപ്ലീറ്റ്ലി ഹാപ്പി അബൌട്ട് മൈ ജോബ്. പക്ഷെ തിങ് ഈസ്, ഞാൻ താമസിക്കുന്ന സ്ഥലവും ജോലി ചെയ്യുന്ന വർക്ക് പ്ലേസും തമ്മിൽ ഒരു 1.25-2 hours ഡ്രൈവിൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോലി സ്ഥലത്തോട്ട് എത്തിപ്പെടണമെങ്കിൽ എനിക്കൊരു ലോങ് ഡ്രൈവാണ് ഡെയിലി. ഒരു 1.5 ഇപ്പോൾ ട്രാഫിക്കിൽ പെട്ട 2 hours. So can you guys just imagine how it could be like one day ഞാനൊരു 3.5 hours ഡ്രൈവ് ചെയ്യുക. സോ അതെൻ്റെ ഹെൽത്തിനെ സീരിയസ്ലി അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഐ ഡിസൈഡ് ടു ക്വിറ്റ് മൈ ജോബ്. അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിലുള്ള ജോലി ഒരു നഴ്സിംഗ് ഹോം ബേസ്ഡ് സെറ്റിങ്ങിലോട്ട് മാറ്റിയിരിക്കുകയാണ്. സോ ഐ ഹാവ് ഇനഫ് സ്പെയർ ടൈം. So I thought, why should I simply waste my time? Why can't I restart my passion, my OET? So guys, I'm here with the full energy. So that's what happened to me actually. ഞാൻ ഓൾറെഡി ആസ് ഐ മെൻഷൻഡ് യു ലൈക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെ OET ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആൻഡ് മൈ ഓൺലൈൻ OET ബിസിനസ്സിൽ എനിക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തിൽ ഉള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് എൻ്റെ കൂടെ ചേരുകയും അവർ കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളി അവർ OET കംപ്ലീറ്റ് ചെയ്തിപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഉള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ അവർ ലൈഫ് സെറ്റിൽ ചെയ്ത് അവർ എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. സോ പല ഭാഗങ്ങളിൽ എന്ന് പറയുമ്പോൾ മെയിൻലി മിഡിൽ ഈസ്റ്റിൽ തന്നെ സൗദി അറേബ്യ, ദുബായ്, അബുദാബി, കുവൈറ്റ്, ഖത്തർ, പിന്നെ മാൽദീവ്സ്, മാൾട്ടയിൽ നിന്ന് ഒരുപാട് 100 സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് OET ട്രെയിനിങ് കഴിഞ്ഞ് എല്ലാവരും സക്സസ്ഫുള്ളി വിജയിച്ച് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള പിള്ളേർ. ദെൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ലൈക്ക് യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓൾറെഡി ഈ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എത്തിയിരിക്കുന്നവർ എന്തിനാണ് പിന്നീട് OET ചെയ്യുന്നത്? ഒബ്വിയസ്ലി ദേ നീഡ് ദ റിക്വയർഡ് സ്കോർ. കാരണം ഇവരെല്ലാം ഈ ഡിപ്പെൻഡൻറ്റ് വിസയിൽ എത്തിച്ചേർന്ന് ഒരു നഴ്സിംഗ് ഹോമിലോ കെയർ ഹോമിലോ കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് രജിസ്റ്റേർഡ് ആസ് എ രജിസ്റ്റേർഡ് നഴ്സ്, ടു ബിക്കം എ രജിസ്റ്റേർഡ് നഴ്സ് ദേ ഹാവ് ടു മീറ്റ് ദ മിനിമം റിക്വയർമെൻറ്റ്സ്. ഇപ്പോൾ UK NMC നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ, അയർലൻഡിലാണെങ്കിൽ
നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡ് NMBA. ഇവരുടെ സ്കോർ ഇംഗ്ലീഷ് പ്രൊഫഷൻസി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാതെ ആർക്കും തന്നെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിലും ഡിപ്പെൻഡൻറ്റ് വിസയിലും എത്തിച്ചേരുന്ന ആൾക്കാർ still they have to obtain the minimum requirement of NMC or NMBA. അപ്പം അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വന്ന് OET പഠിക്കുകയും അവരെല്ലാം സക്സസ്ഫുള്ളി they have achieved their goal. സോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉള്ളപ്പോൾ ഞാനിങ്ങനെ കുറേ നാളുകളായി ചിന്തിക്കുന്നതാണ്, ഇഫ് ഐ ഗെറ്റ് സം എക്സ്ട്രാ ടൈം why should I use for that? എൻ്റെ പാഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. I can share my knowledge. I can share a bit of knowledge to everyone, those who really wanted to reach any of the English speaking country. അല്ലേ? നമ്മുടെ നാട്ടിൽ OET എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റാതെ എത്രയോ നല്ല മിടുമിടുക്കരായ നേഴ്സസ് ഉണ്ട്. പേഴ്സണലി എനിക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ, ഒരുപാട് സീനിയറും ജൂനിയറുമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസിനെ അറിയാം. അപ്പം ഞാൻ ഇപ്പോൾ ആരംഭിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ മെയിൻലി ഫോക്കസിങ് ഇങ്ങനെയുള്ള ആൾക്കാരെ, നമുക്ക് വേണമെങ്കിൽ OET ബിഗിനേഴ്സ് എന്നും എന്തും പറയാം. ബട്ട് നോട്ട് ഓൺലി ഫോർ ജസ്റ്റ് OET ബിഗിനേഴ്സ്. ഈ ചാനൽ എല്ലാ തരത്തിലുള്ളവർക്കും ഒരു ഉപകാരപ്രദമായിരിക്കുമെന്ന് ഐ ആം ഡാം ഷുവർ അബൌട്ട് ദാറ്റ്. നോട്ട് ജസ്റ്റ് ബേസിക് ലെവൽ ടു അഡ്വാൻസ് ലെവൽ വരെയും ഇതിൻ്റെ ഡിസ്കഷൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അറിവെന്നുള്ളത് നമുക്ക് അടച്ചു വെക്കാനുള്ളതല്ലല്ലോ അല്ലേ, അത് പകർന്നു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ചെറിയ അറിവ്, ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് ആധികാരികമായി പറയാൻ ഉള്ള ഒരു കഴിവുണ്ടെങ്കിൽ നമ്മളത് യൂസ് തന്നെ ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഇതിന് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഈ ചാനൽ വിജയകരമായി മുന്നോട്ട് പോവുകയുള്ളൂ. സോ ഐ ക്യാൻ ഗിവ് യു ദ 100% ഗ്യാരണ്ടി ഗൈസ്. നോട്ട് ഓൺലി ഒരു ബിഗിനർ സ്റ്റേജ് അപ് ടു അഡ്വാൻസ് സ്റ്റേജ്, ഈച്ച് മൊഡ്യൂൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ അതിനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വ്ലോഗ്. ദിസ് ഇസ് പ്രിൻസി ജോർജ് സൈനിങ് ഓഫ് ഫ്രം ബ്ലോസം ഡേയ്സ്. ബൈ.